വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വെബ് 3യുടെ ഒരുപാട് കീ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ക്രിപ്റ്റോ കറൻസി, സ്മാർട്ട് കോൺട്രാക്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, NFTs ഒക്കെ. സോ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ടോപ്പ് നോച്ച് പ്രോഗ്രാമായിട്ടുള്ള അല്ലെങ്കിൽ വെബ് 3യുടെ ഒരു ടോപ്പ് നോച്ച് പ്രോഗ്രാമായിട്ടുള്ള മെറ്റാവേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, മെറ്റാവേഴ്സിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതിനൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഈ ഒരു സമയം വരെ പറ്റിയിട്ടില്ല. കാരണം അത്രമാത്രം അതിന് ഇനിയും സാധ്യതകൾ ഒരുപാട് കിടക്കുകയാണ്. സോ നമുക്ക് അതിലേക്ക് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടൊരു മെറ്റാ എന്നുള്ളൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് ഫേസ്ബുക്കാണ്. ഓക്കെ, അവരുടെ എല്ലാ ആക്സസറീസും അവരുടെ എല്ലാ പ്ലാറ്റ്ഫോംസും ഒന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു മെറ്റാ കോൺസെപ്റ്റ് അവർ ആദ്യമായിട്ട് ഇറക്കി. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക് നീങ്ങാം. ഇപ്പം നിങ്ങൾക്ക് പിക്ചറിലൊരു കുട്ടി ഫോണ് യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിജിറ്റൽ നാറ്റീവാണ്. ഡിജിറ്റൽ നാറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ച് വീണ ഒരു കുട്ടിയാണത്. സോ ആ കുട്ടീനെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ടെക്നോളജി വൈസായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ഓൾറെഡി അതിൽ ഡിഫോൾട്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കേണ്ട, അവർക്ക് അറിയാം ഏതെല്ലാം മേഖലയോട് എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പം നമ്മൾ ഈ ഒരു മെറ്റാവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ കൂടുതലായിട്ടും യൂസ്ഫുൾ ആവാൻ പോകുന്നത് ഈ ഡിജിറ്റൽ നേറ്റീവ്സിലുള്ള പെട്ട കുട്ടികൾക്കായിരിക്കും. കാരണം അവർ ഇപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറേ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ എൻ്റർ ചെയ്തിട്ട് ഗെയിം കളിക്കുന്ന കുട്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അവരൊരു വിർച്വൽ വേൾഡിൽ കളിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവതാറുകളൊക്കെ വെച്ചിട്ട് അവർ ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിക്കുകയാണ്. ഇപ്പം നമ്മൾ ഒന്നുകൂടെ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മെറ്റാവേഴ്സിലൂടെ ഒരു കല്യാണം വരെ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കമലഹാസൻ്റെ വിക്രം സിനിമ ഒരു NFT രൂപത്തിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ശരിക്കും കൊണ്ടുവരുന്നത് നമ്മുടെ ആക്സസ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സൂം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വ്യക്തിനെ കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അവിടുന്ന് നമ്മളൊരു സൂം എന്നുള്ളൊരു വിർച്വൽ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റി. ഇനി ഒരു മെറ്റാ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെറ്റാവേഴ്സിൻ്റെ റൂമിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു അവതാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതിരൂപം അവിടെ നമുക്ക് പകരമായിട്ട് ഇരുന്നു കൊണ്ട് മീറ്റിങ്ങുകളിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ് ആക്ച്വലി ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രമാത്രം സാധ്യതകൾ പല മേഖലകളിലായിട്ട് മെറ്റാവേഴ്സിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നോക്കുന്ന നമ്മളുടെ ഡ്രസ്സിങ്, അതേപോലെ തന്നെ നമ്മുടെ വെഹിക്കിള്, നമ്മളുടെ വീട്, ഇങ്ങനെ കുറേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മെറ്റാവേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ വേൾഡിൽ നമ്മളൊരു ക്വാളിറ്റി എത്രത്തോളം നോക്കുന്നത്. ഇതേപോലെ മെറ്റാവേഴ്സിക്കും നമ്മളുടെ ഒരു നിലവാരം എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും. സോ ഇനി അടുത്തൊരു മേഖല പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെ TV യൂസ് ചെയ്യാൻ വളരെ ചെറിയ സമയമായിരുന്നു ആളുകൾ അതിന് മുന്നിൽ ചിലവാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഫോൺ വന്നപ്പം നമ്മുടെ ഒരു 50% പോട്ടെ, ഒരു 70% നമ്മുടെ ഒരു സമയം ഇപ്പോൾ ഒരു ഫോണിലായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ നോക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്ക്രീൻ ടൈമൊക്കെ നോക്കി കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ എത്ര മണിക്കൂറുകൾ നമ്മളതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്കതിൽ അറിയാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് 10 മണിക്കൂർ എന്തായാലും നമ്മളതിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി മെറ്റാവേഴ്സ് നമ്മളുടെ 100% മണിക്കൂറുകളും എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പം അതാണ് ആക്ച്വലി ഈ ഒരു മെറ്റാവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ 100% നമ്മുടെ ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് അതിലൂടെയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം ആപ്പിൾ വിഷൻ പ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു മെറ്റാവേഴ്സ് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനും എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ മെറ്റാ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നമുക്കറിയാം, യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ വരെ മാർക്ക് സുക്കംബർഗ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്കിതിലൂടെ കാണിച്ചു തരുന്നുള്ളത്. കാരണം അത്രമാത്രം നമ്മുടെ ഈ ജോബ് വൈസ് ആയാലും ബിസിനസ് വൈസ് ആയാലും ഒക്കെ അതിലുള്ളൊരു ഫ്യൂച്ചർ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇപ്പം നിലവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മെറ്റാവേഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഡീസെൻട്രലാൻഡ് പോലത്തെ മെറ്റാവേഴ്സുകളൊക്കെ ഇപ്പോൾ നമുക്ക്
യൂസ് ചെയ്യാൻ പാകത്തിന് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കതിൽ സ്ഥലങ്ങൾ NFT രൂപത്തിൽ വാങ്ങി വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പോസിബിളായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ് NFT. അപ്പം മെറ്റാവേഴ്സിലുള്ള ഓരോ പ്രോഡക്റ്റും നമ്മളെ സംബന്ധിച്ച് അത് NFT-കളായിരിക്കും, ഒരു യുണീക്ക് അസറ്റുകളുള്ള യുണീക്ക് ഓണർഷിപ്പ് ഉള്ളൊരു കാര്യമായിരിക്കും. അപ്പം ഇവിടെ തീർച്ചയായിട്ടും NFT-യുടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു NFT-നെ നമ്മൾ എന്തിലൂടെ ആയിരിക്കും വാങ്ങുക? ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ടായിരിക്കും വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടെക്നോളജി ആവശ്യമാണ്. അതാണ് നമ്മുടെ ആക്ച്വലി ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്ത് വാങ്ങുമ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം അവിടെ കൊണ്ടുവരും. ഓക്കെ, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വെബ്3യിലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മെറ്റാവേഴ്സും വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് ആ ഒരു പ്രോസസ്സ്, അതേപോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ക്രിപ്റ്റോ കറൻസീസ്, സ്മാർട്ട് കോൺട്രാക്ട് മെത്തേഡ്, NFTs, ഇതെല്ലാം ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഇതെല്ലാം NFT-യുടെ രൂപത്തിലായിരിക്കും. നമ്മുടെ അവതാറുകളായാലും അവതാറിന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന എന്ത് കാര്യങ്ങളായാലും, ഈവൻ കാറുകളായാലും ഡ്രസ്സുകളായാലും വാച്ചുകളായാലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ആക്ച്വലി NFT-യുടെ രൂപത്തിലായിരിക്കും വാങ്ങിക്കുക. അതിൻ്റെ ഒരു ഓണർഷിപ്പും ഇതേപോലെ യുണീക്കായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് വന്ന കുറച്ച് റിപ്പോർട്ട്സിലൊക്കെ പറയുന്നുണ്ട്, പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോകത്തിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് മെറ്റാവേഴ്സിലേക്ക് ഈ ഒരു ഓഗ്മെൻറ്റ് റിയാലിറ്റി മെത്തേഡ് യൂസ് ചെയ്തിട്ട് AI ക്യാമറാസും AI സ്പെക്സൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഇന്ന് നാട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റാവേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി. കാരണം മെറ്റാവേഴ്സിൽ യൂസ് ചെയ്യുന്ന കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിപ്റ്റോ കറൻസീസ് ആയിരിക്കും. ക്ലിയർ? ഒരിക്കലും നമ്മുടെ ഫിയറ്റ് കറൻസീസ് ഒരിക്കലും ഇതിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെബ്3യുടെ കാതലായിട്ടുള്ള കുറച്ച് ഘടകങ്ങളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു കാര്യമായിട്ട് മാറാൻ പോവുകയാണ്. ദുബായിൽ വരെ ഒരു അജ്മാൻ പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നുണ്ട്, അവരൊക്കെ മെറ്റാവേഴ്സിലേക്ക് മൈഗ്രേഷൻ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഇത്രമാത്രം അപ്ഡേഷൻസ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ദുബായിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ദുബായ് വരുന്ന 2030 ട്രില്യൺസ് ഓഫ് ബിസിനസ്സാണ് മെറ്റാവേഴ്സിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. മെറ്റാവേഴ്സ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ക്രിപ്റ്റോ കറൻസി ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദുബായ് അത്രമാത്രം ഒരു ലാർജ് വിഷൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഡീസെൻട്രൽ ലാൻഡ് എന്നുള്ള മെറ്റാവേഴ്സിലും ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു വെബ്3 വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇതേറിയം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ പർച്ചേസ് നടത്താനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നല്ല കണ്ണായ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഒരു ബിസിനസ് ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രമാത്രം ഫെസിലിറ്റീസ് ഇന്ന് അതിൽ അവൈലബിൾ ആണ്. മാത്രമല്ല, ഇപ്പം ഒരു വെബ്3 പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഒരു NFT നമ്മളൊരു ആർട്ട് മുഖേന നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ഒരു മെറ്റാവേഴ്സിൽ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻസ് വരെ നമുക്കിതിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മളൊരു വിർച്വൽ വേൾഡ്, നമ്മൾ റിയൽ വേൾഡിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വിർച്വൽ വേൾഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധ്യതയാണ് ആക്ച്വലി നമുക്ക് മെറ്റാവേഴ്സ് ഓപ്പൺ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പം ഇതിനൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അവതാർസിന് വേണ്ടിയിട്ട് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മുടെ അവതാർസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ അവതാർസിന് വേണ്ട കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റലി നമുക്ക് ഓരോ ഷോറൂമുകളിലേക്കും മാളുകളിലേക്കൊക്കെ പോയിട്ട് അതിനുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ അതെല്ലാം നമുക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, നമുക്ക് നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകാനും നമുക്ക് എന്തൊക്കെ എക്സ്പെൻസീവായിട്ട് വരുന്നുണ്ട് അതേ കാര്യങ്ങളൊക്കെ നമുക്ക് വിർച്വലി നമ്മുടെ അവതാരണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രമാണ് നമ്മുടെ വേൾഡ് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്ന് ഈ ഒരു മേഖലകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു മെറ്റാവേഴ്സ് കോൺസെപ്റ്റാണ്. മെറ്റാഫോഴ്സ് എന്നുള്ള ഒരു
എക്കോ സിസ്റ്റത്തിൽ നടക്കാൻ പോകുന്ന ഒരു മെറ്റാവേഴ്സിൻ്റെ ഒരു ട്രെയിലറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ ആ ഒരു മെറ്റാഫോഴ്സിലുള്ള മെറ്റാവേഴ്സിൻ്റെ കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും വീഡിയോസിലൊക്കെ നമ്മൾ പറയും. ഞാൻ ഈ ഒരു കാര്യം കൂടെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റീസിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു Web3 പ്രോജക്റ്റാണ് ആക്ച്വലി ഈ ഒരു മെറ്റാഫോഴ്സ് എന്ന് പറയുന്നത്. സോ അതിലൂടെ നമ്മൾ ഇനി മീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വിർച്വൽ വേൾഡിനെയാണ്. ഓക്കെ, എന്തായാലും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ ഒരു സെക്ഷന് ശേഷം ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ എത്രമാത്രം നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയി മാറാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. ഓക്കെ, താങ്ക് യു.